ഞാനിപ്പോൾ ഡീമൺ സ്ലെയർ കണ്ട് ഇറങ്ങിക്കോട്ടോ ഇപ്പം എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അതായത് ഇങ്ങനെ ഒരു ഒരു മൂവി കണ്ടു എന്നല്ല എനിക്ക് പറയണ്ട, ലൈക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിപ്പോൾ സിനിമയ്ക്ക് കയറുന്നതിന് മുന്നേ ഐ വാസ് സോ എക്സൈറ്റഡ്. അതായത് ഇങ്ങനെ ഞാൻ ഭയങ്കര ഹൈപ്പറായിരുന്നു, ഞാൻ അത്രയും വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എക്സൈറ്റ്മെൻ്റ് അല്ല, ആ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഒരു മാതിരിയായി പോയേക്കാണ്. എനിക്ക് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്, നമ്മൾ വീട്ടിൽ കാണുന്ന പോലെയൊന്നും അല്ല. പിന്നെ നിങ്ങൾക്കറിയാലോ, ഡീമൺ സ്ലെയറാണ് ഞാൻ കണ്ടേക്കണ അനിമേസിൽ ദ ബെസ്റ്റ്. എന്താ പറയുക, ഹൈ ക്വാളിറ്റി അനിമേഷൻ, പ്രൊഡക്ഷൻ ക്വാളിറ്റി ഈസ് അമേസിങ്. ലൈക്ക് അനിമേഷൻ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അത്രയും രസമായിട്ടാണ് ഇതിൻ്റെ അനിമേഷൻ. അതായത് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. 2.5 മണിക്കൂർ ഞങ്ങൾ കയറി ആ മൊമെൻറ്റ് തൊട്ട് ഞാൻ ഇറങ്ങണ വരെ സ്ക്രീനിൽ നിന്ന് കണ്ടെടുത്തില്ല. ഞാൻ ഇതിന് കോളയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായി, കോള പോപ്കോൺ ഒരു തേങ്ങ ഞാൻ കുടിച്ചില്ല. മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഫൈറ്റ് സീൻസാണ്, അത് ഭയങ്കര രസമാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ അവരുടെ ഒപ്പം ഫൈറ്റ് ആയിരിക്കും. ആൻഡ് ഇൻഫിനിറ്റി കാസിലൊക്കെ ഞാൻ ആദ്യമായിട്ട് ഐമാക്സ് കാണുന്ന കാരണമായിരിക്കും. അതായത് ശരിക്കും ഒരു 3D എഫക്റ്റ് എങ്ങനെയാണ് സാധാരണ ഒരു സ്ക്രീനിൽ കിട്ടണമെന്ന് ഞാൻ വിചാരിച്ചു പോയി. ആരെ ഫൈറ്റ് ചെയ്യുന്നു, ആരുടെയൊക്കെ പാസ്റ്റ് കാണിക്കുന്നു, എന്തൊക്കെ കാണിക്കുന്നു ഒന്നും ഞാൻ പറയാം. നിങ്ങൾ എത്ര വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തോ, അതായത് നിങ്ങൾ ഹൈ എക്സ്പെക്റ്റേഷൻ, ഓവർ എക്സ്പെക്റ്റേഷനായിട്ട് നിങ്ങൾ പോയാലും നിങ്ങളെന്താ പറയുക, ഡിസപ്പോയിൻറ്റഡ് ആവില്ല. പിന്നെ ഓഫ് കോഴ്സ് ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇനി 2 മൂവിയും കൂടി വരാണ്ടല്ലോ. 3 മൂവിയുടെ ഫസ്റ്റ് വണ്ണാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു അവസാനത്തിലല്ല കൊണ്ടു നിർത്താം, ഒരു മുൾമുനയിൽ തന്നെയാണ്, ഇൻഫിനിറ്റി കാസിൽ തന്നെയാണ്. എനിക്ക് ആക്ച്വലി റിവ്യൂ എടുക്കാൻ തോന്നുന്നുണ്ടായില്ല. ഞാൻ ജോസഫിനോട് റിവ്യൂ എടുക്കണില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ജോസഫ് പറഞ്ഞു, ഇതാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്, ദിസ് ഈസ് ദ ഫീൽ. അപ്പോൾ അത് തന്നെ പറയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ റിവ്യൂ എടുക്കണത് തന്നെ. ഞാൻ ഇമോഷൻസ് ഞാൻ പറയണില്ല, ഞാൻ എന്ത് പറഞ്ഞാലും സ്പോയിലറാക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ നിങ്ങളിത് പോയി കാണണം. ഇതൊന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് സമയം വേണം. ഞാനിത് ഫുള്ളി അബ്സോർബ് ചെയ്തിട്ടില്ല. അത് തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ നോർമലാവുള്ളൂ എന്ന് തോന്നുന്നു. ഞാനിപ്പോഴും ആ ഒരു വേൾഡിലാണ്. ഇത് വല്ല 3D ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തല അടിച്ചു പോകും. എന്താ വെച്ചാൽ നമുക്ക് 3D ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, അത് അത്രയും സൂപ്പറാണ്. അതായത് 3Dയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കണ്ണുകൊണ്ട് തീർച്ചു പോകും. ജസ്റ്റ് ഗോ വാച്ച് ഇറ്റ് ഗൈസ്, ഇറ്റ്സ് ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടേക്കുന്ന എല്ലാ മൂവീസും വെച്ചിട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ജസ്റ്റ് ഗോ.